ദേശീയ ഹരിതസേനയുടെ ആഭിമുഖ്യത്തിൽ അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ തീമാറ്റിക് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായി വിപുലമായ പരിസ്ഥിതി സംരക്ഷണ റാലിയും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. ദേശീയ ഹരിതസേനയുടെ ആഭിമുഖ്യത്തിലാണ് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ തീമാറ്റിക് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പരിസ്ഥിതി സംരക്ഷണ റാലിയും ശുചീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തി. സ്കൂളിൽ സംഘടിപ്പിച്ച റാലി നാഷണൽ ഗ്രീൻ കോർപ്സ് ജില്ലാ കോർഡിനേറ്റർ റെജിനാൾഡ് ഡേവിഡ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ പരിസ്ഥിതി ഇന്ന് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം മനുഷ്യൻ തന്നെയാണ്. ഈ മനുഷ്യൻ്റെ ഇടപെടലുകൾ കുറയ്ക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചേ മതിയാകൂ. അതിൻ്റെ ഭാഗമെന്നുള്ള നിലവിൽ നമ്മുടെ കുട്ടികൾ വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും മാറ്റം വരുത്തുവാൻ കഴിയുന്നത് കുട്ടികളിലൂടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ കുട്ടികളിലൂടെ സ്കൂളുകളിലൂടെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ അതിൻ്റെ നോഡൽ ഏജൻസിയായ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എല്ലാ ജില്ലകളിലും ദേശീയ ഹരിതസേന എന്ന ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. സയൻസ് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ടി.കെ. സജീവ, PTA വൈസ് പ്രസിഡന്റ് മോഹൻദാസ്, പ്രഥമാധ്യാപിക KL സ്മിത, സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർമാരായ സുജാരാജ്, അബീദ എന്നിവർ നേതൃത്വം നൽകി. അഴീക്കൽ സുനാമി സ്മൃതി മണ്ഡപം ശുചീകരിച്ചു. ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് നീക്കം ചെയ്യുകയും ചെയ്തു. അഴീക്കൽ സ്മൃതി മണ്ഡപത്തിന്റെ ഭാഗങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ JRC, സ്കൗട്ട്, ഗൈഡ്സ്, മറ്റ് കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അപ്പം നമ്മുടെ സ്കൂൾ പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് മറ്റ് വിവിധ പ്രവർത്തനങ്ങൾ ഇന്ന് സ്കൂളിൽ നടത്തുന്നുണ്ട്. കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നയിക്കാൻ വേണ്ടി ഇതിൻ്റെ ജില്ലാ കോർഡിനേറ്ററായ ഏറെ ബഹുമാന്യനായ റെജിനാൾഡ് സാറും സജീവ് സാറും സ്റ്റേറ്റ് RPI സജീവ് സാറും ഇന്ന് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അധ്യാപകരായ സബീന റാണി, കലമോൾ, ദിവ്യ, അന്നമ്മ, അഞ്ജന, ധന്യ, സോണി, നീതു, വിദ്യ, ശ്രീലക്ഷ്മി, ഗംഗ, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, JRC യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.